സുഹൃത്തുക്കളെ, നമ്മൾ ഈ 30 വയസ്സ് കഴിഞ്ഞിരുന്നാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനാണ്. സാധാരണ രീതിയിൽ 100 പേരിൽ 55% പേർക്കെങ്കിലും ഈ പ്രോസ്റ്റേറ്റ് വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ മറ്റണുബാധകൾ ഇതൊക്കെ തന്നെ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആളുകളിൽ ഈ ഒരു പ്രശ്നം ശരിക്കും സീരിയസ് ആയൊരു മാറ്ററാണ്. ഇതിൻ്റെയോടൊപ്പം തന്നെ പിന്നെ അടുത്ത് കാണുന്നതാണ് സാധാരണ രീതിയിൽ ഡയബറ്റിക് ഒരു നമ്മൾ കേട്ടുവരുന്ന ജീവിതശൈലി രോഗം എന്നാണ്. ശരിക്കും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു ജീവിതശൈലി രോഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങളുടെ കുറവ് നിമിത്തമാണ് ഈ ഒരു ഇൻസുലിൻ സംഭരണശേഷി നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ പാങ്ക്രിയാസ് നിർമ്മിക്കുന്ന ഇൻസുലിൻ ശരീരത്തിൽ കോശങ്ങളിൽ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കുറയുകയും അതോടൊപ്പം തന്നെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അങ്ങനെയല്ല. നമ്മളെ തേടിയെത്തുന്നത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കും. ചിലർക്ക് വളരെ കുറച്ച് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഇത്ര ശതമാനം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറച്ച് വീങ്ങി പിന്നെ ഇച്ചിരി സൈസ് കൂടി. അപ്പോൾ അലോപ്പതി സെക്ഷൻസ് അവർ പറയും ഇത് നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇല്ല എന്ന് പറയും. നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമ്മളെ തേടി വരാനിരിക്കുന്നത് മറ്റ് ചില രോഗങ്ങളാണ്. പിന്നെ സർജറിക്ക് ശേഷം വരുന്ന പലവിധ പ്രശ്നങ്ങൾ, ഇത് ആരെയും കുറ്റം പറയുന്നതല്ല, സർജറിക്ക് ശേഷം വന്നാൽ ചിലർക്കെങ്കിലും കാർഡിയോയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഹൃദയ സംബന്ധമായ തകരാറ് തുടങ്ങും. ഹൃദയ സംബന്ധമായ തകരാറുകൾക്ക് ചികിത്സ നടപ്പിലാക്കി ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ട് തകരുന്നൊരവസ്ഥയിലോട്ട് വരും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ചില അസുഖങ്ങൾ. ഇങ്ങനെ നിരന്തരമായ ഒരു അസുഖത്തിൻ്റെ ഒരു ഫസ്റ്റ് എന്നോണമാണ് ഞാൻ ചില ആൾക്കാർ കണ്ടിരിക്കുന്ന ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ. ശരിക്കും സീരിയസ് ആയിട്ട് ഈ ഒരു മരുന്നിന് വേണ്ടി നിരന്തരമായി കുറേ കാലങ്ങളുടെ അന്വേഷണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ബി പോളൻ അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ പൂമ്പൊടി നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. കാരണം തെങ്ങിലും മറ്റുമൊക്കെ നമ്മുടെ തേനീച്ചകൾ സംഭരിക്കുന്ന പൂമ്പൊടി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കടുകിൻ്റെ പൂമ്പൊടിക്ക് വിശേഷാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. ഏതാനും കുറേ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ ഒരു വീഡിയോസിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷന് ഈ പറയുന്ന പോളൻ എടുത്ത് തുടങ്ങിയത്. പോളൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതാണ് അടുത്തൊരു വെല്ലുവിളി. നമ്മൾ എടുക്കുന്ന പോളൻ ചിലപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം. ആ ഒരു വെല്ലുവിളിയെ നേരിടാനാണ് ഞങ്ങൾ വേവ്സ്, അതായത് മസ്റ്റാർഡിൻ്റെ പൂമ്പൊടിയിൽ നിന്നും വേവ്സ് എന്ന് പറയുന്ന ഒരു മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തത്. അതും നാച്ചുറൽ ആയിട്ട് പൂമ്പൊടി തന്നെ സംസ്കരിച്ച്. പൂമ്പൊടി ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്, അത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പൂമ്പൊടി അത് പോളൻ നിന്ന് അലർജി, ചെറിയൊരു അലർജി ഉണ്ടാവാം എന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങളെയും മാറ്റി അലർജി ഉണ്ടാകുന്ന കണ്ടൻറ്റിനെയും മാറ്റിയിട്ടാണ് വേവ്സ് എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കിയത്. വേവ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ മാരകമായിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനെ പൂർണ്ണമായിട്ടും അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മരുന്ന് തന്നെയാണ്. അതിനിപ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യുന്ന എത്രയാണെന്നും അത് എത്രമാത്രം ആൾക്കാരെ കയ്യിൽ എത്തിച്ചേരുന്നതെന്നും അത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗുണമെന്നും ഒക്കെ നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞത് മാതിരി നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ ഈ പറയുന്ന മാതിരി ഒരാളെ പിടിച്ച് നിർത്തി നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് കുറവുണ്ടോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ സാക്ഷ്യം പറയുന്നൊരു വീഡിയോസൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. സത്യമായിട്ട് നേരെ ചൊവ്വയുള്ള വീഡിയോകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ഉദ്ദേശം ഒരു മെഡിസിൻ സെയിലല്ല, എൻ്റെ ഉദ്ദേശം അവയർനെസ് ആണ്, അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ മസ്റ്റാർഡ് പൂമ്പൊടി എന്ന് പറഞ്ഞ് വിവിധ ബ്രാൻഡുകൾ ഒരുപാട് സെയിൽ നടത്തിയിട്ടുണ്ട്. ആ സെയിലിൽ വാങ്ങിച്ചവർക്ക് പലർക്കും അത് മസ്റ്റാർഡ് ആയിരുന്നില്ല, ഗോതമ്പ് ഉണക്കി പൊടിച്ച ഗോതമ്പിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു എന്ന് മനസ്സിലായി. അതോടെ ഞങ്ങൾ എന്ത് ചെയ്തു, മസ്റ്റാർഡിനെ മധ്യപ്രദേശ് കർണാടക സൈഡിലുള്ള ഈ കടുക് തോട്ടങ്ങളിൽ എപ്പിക് കൊളോണിയൻ, അതായത് മെല്ലിഫ്ര എന്ന് പറയുന്ന തേനീച്ചയുടെ ഒരു വിഭാഗമായ കൊളോണിയൻ തേനീച്ചകളെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്ത് വളർത്തി വലുതാക്കി അതിൽ നിന്നും
പോളൻ ശേഖരിച്ചു എന്നുള്ളതാണ്. അതിന് പ്രത്യേക ഡ്രോപ്പറുകളൊക്കെ വെച്ച് പോളൻ ശേഖരിച്ചിട്ടാണ് ഈ ഒരു മരുന്നുണ്ടാക്കുന്നത്. കോസ്റ്റ്ലിയാണ്, മരുന്നിന് വില ഉണ്ട്. മരുന്നായിട്ട് എടുക്കണമെങ്കിൽ വിലയുണ്ട്, പൂമ്പൊടിയായിട്ട് എടുക്കണമെങ്കിലും അത് വിലയുണ്ട്, പ്രയത്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റും കാര്യങ്ങളുമൊക്കെ ശരിക്കും അതിന് അനുയോജ്യമല്ല പലപ്പോഴും. പക്ഷേ നമ്മൾ പോളൻ ഈ പറയുന്ന മസ്റ്റാർഡിൻ്റെ പോളൻ ഇറക്കുമതി ചെയ്താൽ അത് ഒറിജിനലായിരിക്കണമെന്നൊന്നും നിയമമില്ല. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലത് കൊടുത്തിട്ടും വിറ്റിട്ടുമൊന്നും കമ്പനികൾക്ക് വലിയ നേട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇത്തരം സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കാറാണ് പതിവ്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു മെഡിസിൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേവ്സ് ഓൾറെഡി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല മെഡിസിനാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രോസ്റ്റേറ്റിക് ക്യാൻസർ പോലെയുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായതുകൊണ്ട്, അതിൻ്റെ നാച്ചുറൽ കണ്ടൻറ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മൂലകങ്ങളാൽ സമ്പുഷ്ടമായതുകൊണ്ടും അതിൽ മറ്റ് മിനറൽസും ഒന്നും ഇല്ലാത്തത് കൊണ്ടും വളരെ നല്ലതായിട്ട് അത് ആൾക്കാരെ സൗഖ്യപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വേവ്സ് മെഡിസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു മാരകമായ പ്രശ്നം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രോസ്റ്റേറ്റ് നിമിത്തം നിങ്ങൾക്കൊരു മാരകമായ പ്രശ്നത്തിലാണോ നിങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളായിട്ടുള്ള സെക്ഷുവലി നിങ്ങൾക്ക് തളർച്ച ഉണ്ടാവുക, ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിവായിട്ട് തന്നെ യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അസ്വസ്ഥമാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ജീവിതചര്യകളിൽ നിന്ന് വിരക്തി, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളുള്ളവർക്കൊക്കെ ഞങ്ങളുടെ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജിൻ്റെ കസ്റ്റമർ കെയറിൻ്റെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ കോളിലോട്ടോ വിളിച്ച് നിങ്ങളുടെ അസുഖ വിവരങ്ങളൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു മെഡിസിൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ പൈസ ഉള്ളവരോ ഇല്ലാത്തവരോ എന്നൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഒരു മരുന്നിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളതിൽ പൂമ്പൊടിയായിട്ട് തരാനൊന്നും കാണത്തില്ല, പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ മരുന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരാം. പല ആളുകൾക്കും ഇത്തരം പ്രോബ്ലങ്ങൾ നിമിത്തം ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകളിലേക്ക് മാക്സിമം മരുന്ന് എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ജാനുവരി 10 ശേഷം 2025 ജാനുവരി 10 ശേഷം ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു വിങ്, പ്രോസ്റ്റേറ്റ് എന്ന മാരകമായ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു സെക്ഷൻ, ഒരു ഹെൽത്ത് കെയർ ഞങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. അത് ഞങ്ങൾ തിരുവനന്തപുരം സിറ്റി ഏരിയയിൽ ആയിരിക്കും, കഴക്കൂട്ടത്തിനും ആക്കുളത്തിനും ഇടയ്ക്ക് വെച്ചായിരിക്കും ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരാം, സൗജന്യമായ കൺസൾട്ടേഷൻ നടത്താം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി മെഡിസിൻ എടുക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ സാമ്പത്തികമൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കണ്ട. കാരണം ഇത് അവിടെ പിന്നെ ഈ പറഞ്ഞ മാതിരി കൺസൾട്ടേഷൻ ഫീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. മെഡിസിൻ നിങ്ങൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു മെമ്പറെയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ വാർഡ് കൗൺസിലറെയോ ഒക്കെ ഒരു ജസ്റ്റ് സാക്ഷ്യം മാത്രം മതി, ആ മെഡിസിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ മെഡിസിൻ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്.